ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പില്ലർ. ഞാൻ നിങ്ങൾ സ്വന്തം മോക്കി പെരുവല്ലൂർ. ഇന്നത്തെ നമ്മുടെ ഡിന്നറാണ് കാണിക്കുന്നത്. ഡിന്നറിൽ നിന്ന് നല്ല മഴ ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി. നല്ല മഴ പെയ്തില്ല, ചാറിപ്പോയുള്ളൂ. അപ്പോൾ വരുന്ന വഴിക്ക് നല്ല ചൂട് ബജ്ജി, നമ്മുടെ അമലേര അവിടെ നിന്ന് തിരുവിന്ന് പഠിച്ച ബജ്ജി, അത് കായ ബജ്ജി മുളക് ബജ്ജിയായിട്ടാണ് പഠിച്ചത്. കണ്ട കായ ബജ്ജി, പിന്നെ നമ്മുടെ മുളക് ബജ്ജി. ചട്നി അതിൻ്റെ കൂടെ കിട്ടിയത് ഞാൻ എടുക്കണില്ല. പിന്നെ മുട്ടപ്പം ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ എലിശ്ശേരി കണ്ട നമ്മുടെ കായും പയറും എലിശ്ശേരി, മത്തങ്ങയും പയറും എലിശ്ശേരി, സോറി. അപ്പോൾ നമുക്കതൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. പിന്നെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടു. നമ്മുടെ കുറേ കഥകളൊക്കെ പറഞ്ഞു. കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ തെക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നമ്മുടെ പപ്പടം കഴിക്കുന്ന പോലെ അവർ മുറുക്കൊക്കെ എടുത്തിട്ടാണ് ചോറിൻ്റെ കൂടെ. അത് തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഞാനിവിടെ കായ ബജി ആദ്യം ഒരു കഷ്ണം എടുത്തിട്ട് ചോറുണ്ടാവും. എനിക്കിഷ്ടമാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഇത് പറയട്ടെ. പിന്നെ മുളക് ബജിയില്ലേ, മുളക് ബജി അതിങ്ങനെ പൊട്ടിക്കുക. എരിവുണ്ട്, നല്ല എരിവുണ്ട് മുളകിന്. പിന്നെ നമ്മുടെ ഓംലേറ്റ്, ഈ തട്ടുകടയിലൊക്കെ ഓംലേറ്റ്, നമ്മൾ തട്ടുകടയുടെ സൈഡിൽ കൂടെ ഓംലേറ്റിന് മണം അടിക്കുന്നുണ്ടല്ലോ. എന്താ അപ്പം കയറി കഴിക്കാൻ തോന്നും അല്ലേ? അത് ഞാൻ മഴയൊക്കെ വന്ന് ചാറിയപ്പോഴേ ചോറിൻ്റെ കൂടെ തരി. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ അധികം ചവച്ചരയ്ക്കാണ്ട് കഴിക്കാം. ഇറക്കിയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി. ഞാനിപ്പോൾ അടുത്താണ് അറിഞ്ഞത്, നന്നായി ചവച്ചരച്ചിട്ട് ആഴത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എത്ര കഴിച്ചാലും തടി വയ്ക്കില്ല. ടിപ്പാണ്. അത് കാരണം ഞാനിപ്പോൾ ആ ശീലമാക്കി. അപ്പോൾ കുറച്ച് എനിക്ക് എൻ്റെ ഹെൽത്തിൽ എനിക്കൊരു മാറ്റം തോന്നുന്നുണ്ട്. അങ്ങനെ ചെയ്തപ്പോൾ, അങ്ങനെ തൊട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വയറ് നിറയും. നമ്മൾ ടൈറ്റ് ഫുള്ള് ഫുഡ് അടിക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നന്നായി ചവച്ചരച്ച് ആയത്തിൽ ചുരുങ്ങിയത് 20 പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മുടെ വായിലിട്ട് ഒരു പ്രാവശ്യം കഴിച്ച സാധനം ചവച്ചരയ്ക്കണം എന്ന് പറയുന്നത്. അത്രയും സ്മൂത്തായി പോയാലും നമ്മുടെ ദഹനം ക്ലിയർ ആയിട്ട് പോകുള്ളൂ, ദഹന പ്രക്രിയ ക്ലിയർ ആവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ എലിശ്ശേരിയുടെ മത്തങ്ങയും പയറും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. കൂടുതൽ കഥയൊന്നും പറയാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും അധികം കഥ പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് കഥയൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ളൂ. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.